ഒരു കാര്യത്തിലാണ് ഇവർ ആകെ വികസനം ഉണ്ടാക്കിയത്. നോക്കൂ, നിങ്ങൾ ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങി, നാളെ രാവിലെ കിടപ്പുമുറി നയിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാം? ഫാൻ ഒന്ന് ഓഫാക്കും. കേരളത്തിൽ ഇലക്ട്രിസിറ്റിക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കേണ്ട കാലം ഈ കാലമാണ്. ബാത്റൂമിലേക്ക് പോയിട്ട് അംഗശുദ്ധി വരുത്താന്ന് വിചാരിച്ചാൽ വെള്ളക്കരം ഏറ്റവും കൂടുതൽ വാങ്ങുന്ന കാലം ഈ ഭരണത്തിന്റെ കാലമാണ്. ഒന്ന് അടുക്കളയിൽ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കാന്ന് വെച്ചാൽ പലജനങ്ങൾക്ക് ഇത്രയേറെ തീ പിടിച്ച വിലയുള്ള ഒരു കാലം ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി പുറത്തേക്കൊന്ന് പോകാൻ വിചാരിച്ച് ബൈക്കോക്കാരോട് ഇറങ്ങിയാൽ പെട്രോൾ ഇത്രയേറെ വില കൂടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഒരു ഭരണമുണ്ട്, കേന്ദ്ര സർക്കാർ പെട്രോളിന്റെ വില കൂട്ടി. ഒരു ദിവസം പത്രത്തിലെ വാർത്തയാണ്, തൊട്ട് പിറ്റേ ദിവസത്തെ വാർത്ത എന്താണ്? ആ വില വർധനവ് പൂർണ്ണമായി കേരളത്തെ ബാധിക്കില്ല. എന്താ കാരണം? കേരളത്തിന് കിട്ടുന്ന നികുതി വേണ്ടെന്ന് വെച്ചു. പിറ്റേ ദിവസത്തെ വാർത്തയാണ്. ഇപ്പോഴും അങ്ങനെ ഒരു പത്രവാർത്തയില്ല. കിട്ടുന്നതൊക്കെ മുഴുവൻ മുഴുവൻ അത് ഞങ്ങൾ എടുക്കാനില്ല, അങ്ങനെ ഒരു വാർത്തയില്ല. നോക്ക്, നിങ്ങളൊന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ വീടിന് നികുതി അടയ്ക്കാൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ നികുതി. അവിടെ മറ്റെന്തെങ്കിലും ഒരു സേവനം, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഏറ്റവും കൂടുതൽ പണം. എന്തിനാ 5 സെന്റ് സ്ഥലത്ത് ഒരു പുര ഉണ്ടാക്കിയാൽ ആ പുരന്റെ പ്ലാൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടി നോക്കിയാൽ 300% ഫീസ് വർദ്ധിപ്പിച്ചത്. ഇങ്ങനെ ഒരു നാടി കേരളത്തിലെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല. ആകെയുള്ള സമാധാനം ആരാ പറയുന്നത്? ആകെയുള്ള സമാധാനം കേരളത്തിലെ ചരിത്രത്തിൽ 100ഓളം നികുതിയിൽ ഏകമായി ഒരു നികുതിയാണ് കുറച്ചത്. ആ നികുതി ആരെന്നറിയോ? കള്ളുഷാപ്പുകാരന്റെ അമിത നികുതി ഈ ഗവൺമെന്റ് കുറച്ചു കൊടുത്തു. വലിയൊരു കാര്യമാണ്. കള്ളുഷാപ്പുകാരന്റെ അമിത വേറെ എല്ലാ നികുതി കൂട്ടി. മാത്രമല്ല, നമ്മൾ ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിച്ച് അവസാനിപ്പിച്ചു പോകുമ്പോ കേരളത്തിലെ ആകെയുള്ള 5 സ്റ്റാർ ബാറുകളുടെ എണ്ണം 29ആണ്. 29 ബാക്കിയൊക്കെ അടച്ചു കൂട്ടിയതാണ്. കാരണം ഈ കള്ളുകുടി കൊണ്ട് നാട് തകർന്നുപോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോ, അമ്മമാരുടെ കണ്ണീര് കണ്ടപ്പോ, മക്കളുടെ കണ്ണീര് കണ്ടപ്പോ ഇനി കള്ളുകുടി വേണ്ട, 29 ബാറാക്കി കുറച്ചു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ശംസുദ്ദീൻ ചോദിച്ച ചോദ്യത്തിന് ഗവർണർ ഉത്തരത്തിന് അറിയോ? ഞങ്ങൾ പുതുതായി തുടങ്ങിയ ബാറുകൾ ഉൾപ്പെടെ 846 ബാറാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. 846 ബാറുകൾ ഇവരുടെ വികസനത്തിന് അടയാളാണ്. മലപ്പുറം ജില്ലയിൽ ആകെ ഒരൊറ്റ 5 സ്റ്റാർ ബാറാണ്, 1 and only 5 സ്റ്റാർ ബാർ. എന്നാൽ ഇപ്പോഴോ 26 തുടങ്ങിയത് മാത്രമല്ല, നിങ്ങളുടെ തിരൂരും താന്തൂരിനടുക്ക് ഒരു പുതിയ ബാറിന് സാങ്ഷൻ കൊടുത്തു, കോട്ടക്കൽ പുതിയ ബാറിന് കൊടുത്തു. 28 ബാർ. ഒരു ബാറുള്ള മലപ്പുറത്ത് ഇപ്പൊ 28 ബാറാണ്. ഈ നാട് ഇങ്ങനെ കുട്ടിച്ചോറി എല്ലാ അർത്ഥത്തിലും ഈ നാട് തകർന്നു പോവാണ്. ഒരാൾക്ക് ജീവിക്കാനേ കഴിയില്ല. പിണറായി വിജയൻ അറിയാം ഇനി ഒരു ഭരണം ഭരിക്കാന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. കാരണം ഉപ്പ് വെച്ച കലം പോലെയാകും ഈ സർക്കാർ എന്ന്. അപ്പൊ പിണറായിക്ക് ഒരു പുതിയ ഐഡിയ ഉണ്ട്. ആ പുതിയ ഐഡിയ എന്താണെന്നറിയാം? ഒരു ഭാഗത്ത് അയ്യപ്പ സംഘമോ, മറ്റേ ഭാഗത്ത് ന്യൂനപക്ഷ സംഘമോ, അപ്പുറത്തൊരു മുസ്ലിം സംഘമോ, അത് കഴിഞ്ഞ ഒരു ക്രിസ്ത്യൻ സംഘമോ. അവസാനം എല്ലാം കയ്യിൽ പോയി. ഈ ഭരിക്കാനൊരു നിവൃത്തിയില്ല. ജനങ്ങൾ മുഴുവൻ വെറുക്കാൻ, ഒരു മനുഷ്യനെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ പിണറായിന്റെ പുതിയ ഐഡിയ ആണ്. എന്നാ പിന്നെ കാര്യം ചെയ്യാം, ഹിന്ദുക്കൾക്ക് ഒരു അയ്യപ്പ സംഘമോ, മുസ്ലിങ്ങൾക്കോ ഒരു പലസ്തീൻ ഐക്യദാർഢ്യ റാലി, എന്നാ അപ്പുറത്ത് ക്രിസ്ത്യാനികൾക്ക് ഒരു വേറെ ഒരു റാലി, എന്നാ ഇതെല്ലാം കൂടി കിട്ടി ജയിക്കാം എന്നാ പിണറായി വിചാരിച്ചു. ഞങ്ങൾ പിണറായി വിജയനോട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, BJP ഇടം കൊടുക്കാത്ത കേരളമാണ് ഈ മലയാള മണ്ണ് എന്ന് സഖാവ് ഓർക്കുന്നത് നല്ലതാണ്.